ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഹൈനാൻ ഫ്രീ ട്രേഡ് പോർട്ട്, വാസുകി ഇൻഡിക്കസ്, ബ്രഹ്മോസ്, നാഷണൽ കരിക്കുലം ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ഗ്രാൻഡിംഗ് പെർമനന്റ് സ്റ്റാറ്റസ് ഓഫ് ദി UN ടു പാലസ്തീൻ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഇഷ്ഫഹാൻ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈനാൻ ഫ്രീ ട്രേഡ് പോർട്ടിനെ കുറിച്ച്. ചൈനയിലെ സദേൺ മോസ്റ്റ് ആയിട്ട് കിടക്കുന്ന അവരുടെ പ്രൊവിൻസസിൽ ഒന്നാണ് ഈ ഹൈനാൻ പ്രൊവിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈനാൻ പ്രൊവിൻസിൽ അവർ പുതുതായിട്ട് 2025 കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പോർട്ടാണ് ഹൈനാൻ ഫ്രീ ട്രേഡ് പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 14 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹൈനാൻ ഫ്രീ പോർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് ആണ് ഇപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 2025 ആകുമ്പോഴേക്കും ഈ റീജിയനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഓപ്പൺ എക്കണോമിക് റീജിയനായിട്ട് ഈ ഒരു ഏരിയനെ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു പോർട്ട് പ്രൊജക്റ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം അവർ പറയുന്നത് നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിലുള്ള ഒരു ദുബായ് ആയിട്ട് ഈ ഹൈനാൻ പോർട്ട് സിറ്റി അല്ലെങ്കിൽ ഈ പോർട്ടിനെ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം 35,000-ഓളം സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ് ഈ പോർട്ടിൻ്റെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അവർ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹൈനാനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഹൈനാൻ എന്ന് പറയുന്നത് ചൈനയിലുള്ള ഒരു ഐലൻഡ് പ്രൊവിൻസ് ആണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഏറ്റവും സദേൺ മോസ്റ്റ് ആയിട്ടുള്ള പ്രൊവിൻസ് ആണ് ഈ ഹൈനാൻ പ്രൊവിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൈനയിലെ ഒരേ ഒരു ട്രോപ്പിക്കൽ ഐലൻഡ് പ്രൊവിൻസും കൂടിയാണ് ഈ ഹൈനാൻ പ്രൊവിൻസ് എന്ന് പറയുന്നത്. സൗത്ത് ചൈന സീയിലുള്ള ഒരേ ഒരു ട്രോപ്പിക്കൽ ഐലൻഡ് പ്രൊവിൻസും കൂടിയാണിത്. ഇനി അവിടെ ജീവിക്കുന്ന അവിടുത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള എത്നിക് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഹ്ലായ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. അത് ഈ പറയുന്ന അവിടെയുള്ളൊരു സാധാരണഗതിയിൽ മെയിൻലാൻഡ് ചൈനയിലുള്ള പ്രധാനപ്പെട്ട വിഭാഗമാണ് നമ്മൾ ചൈനീസ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഹാൻ ചൈനീസ് എന്ന് വിളിക്കുന്ന മാൻഡറിൻ സംസാരിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ഈ ഹ്ലായ് വിഭാഗം എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരു ക്രാഡായ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്, എത്നിക് ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളാണ് അവിടുത്തെ എത്നിക് കമ്മ്യൂണിറ്റി എന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് വാസുകി ഇൻഡിക്കസ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പാമ്പിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ വാസുകി ഇൻഡിക്കസ് എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഇന്ത്യയിലുള്ള ചില റിസർച്ചേഴ്സ്, IIT റൂർക്കിയിലുള്ള ചില റിസർച്ചേഴ്സ് ഗുജറാത്തിലുള്ള ഒരു മൈനിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ ഒരു കച്ചിലുള്ള ഗുജറാത്തിലെ കച്ചിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൈനിൽ നിന്ന് ഒരു പഴയ ഒരു ആൻഷ്യൻ പീരീഡിൽ ഉണ്ടായിരുന്ന ഒരു പാമ്പിൻ്റെ ചില അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കുറേ ഫോസിൽസ് അവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് അവരിട്ടേക്കുന്ന പേരാണ് വാസുകി ഇൻഡിക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് സ്നേക്ക് ഫോസിലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കിയിലുള്ള റിസർച്ചേഴ്സ് ആണ് ഈ ഒരു ഡിസ്കവറി നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത് വലിയൊരു പാമ്പിൻ്റെ ഫോസിലാണെന്ന് പറഞ്ഞു. നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ലാർജസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാവ് എവർ എക്സിസ്റ്റഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അത് ഏകദേശം 47 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജീവിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ആ സമയത്ത് ഒരു മിഡിൽ ഇയോസീൻ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പാമ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഗുജറാത്തിലെ കച്ച് റീജിയനിലുള്ള ഒരു പനാന്ത്രോ ലിഗ്നൈറ്റ് മൈൻ ഉണ്ട്. ആ മൈനിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഇവർ പേരിട്ടേക്കുന്നത് വാസുകി ഇൻഡിക്കസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ വലിപ്പം ഏകദേശം 10 മീറ്ററിനും 15 മീറ്ററിനും ഇടയിലാണെന്നാണ് പറയുന്നത്. അത്രയും വലിയ ഒരു പാമ്പായിരുന്നു ഇതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വാസുകി ഇൻഡിക്കസിനെ കുറിച്ച് പറയാനുള്ളത്. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിനെ കുറിച്ചാണ്. അപ്പോൾ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഇന്ത്യയും റഷ്യയും കൂടി ചേർന്നിട്ടൊരു ജോയിന്റ് വെഞ്ചർ ആയിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഒരു മിസൈലാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ. ഇതിൻ്റെ ആദ്യത്തെ എക്സ്പോർട്ട് കസ്റ്റമറാണ് ഫിലിപ്പീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2022 ഫിലിപ്പീൻസിന് ഈ ബ്രഹ്മോസ് ആൻറ്റിഷിപ്പ് ക്രൂയിസ് മിസൈൽസ് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലൊരു കരാർ ഒപ്പിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഫസ്റ്റ് ബാച്ചിൻ്റെ ഡെലിവറി ഇപ്പോൾ ഇന്ത്യ നടത്തിയതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 10 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സൂപ്പർസോണിക് മീഡിയം റേഞ്ച് 2 സ്റ്റേജ് ക്രൂയിസ് മിസൈലാണ്. അതായത് ഇത് സൂപ്പർസോണിക് സ്പീഡിൽ സഞ്ചരിക്കുന്നതാണ്. സാധാരണഗതിയിലുള്ള ക്രൂയിസ് മിസൈലുകൾ എന്ന് പറയുന്നത് സബ്സോണിക് സ്പീഡിലാണ് കൂടുതലും ക്രൂയിസ് മിസൈലുകൾ ഉള്ളത്. സൂപ്പർസോണിക് സ്പീഡിലൊക്കെയുള്ള ക്രൂയിസ് മിസൈലുകൾ വളരെ കുറവാണ്. അപ്പോൾ അത്തരത്തിൽ സൂപ്പർസോണിക് സ്പീഡിലൊരു ക്രൂയിസ് മിസൈലാണ്. ഇതിൻ്റെ റേഞ്ച് ഇതൊരു മീഡിയം റേഞ്ച് ക്രൂയിസ് മിസൈലാണ്. ഇനീഷ്യലി 2016 മുമ്പ് വരെ ഈ ബ്രഹ്മോസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 290 കിലോമീറ്റർ ആയിരുന്നു. ഓക്കെ, 290 കിലോമീറ്റേഴ്സ് ആയിരുന്നു. പക്ഷെ പിന്നീട് ഇന്ത്യ
MTCR അല്ലെങ്കിൽ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീമിനകത്ത് മെമ്പറായിട്ട് മാറിയതിനു ശേഷം ബ്രഹ്മോസിന്റെ റേഞ്ച് അതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് റേഞ്ച് വേരിയന്റ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 450 കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസ് വേരിയന്റുകളൊക്കെ നമ്മൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഈ ബ്രഹ്മോസ് നിർമ്മിക്കപ്പെടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയും റഷ്യയും കൂടി സംയുക്തമായിട്ട് ഒരു ജോയിന്റ് വെഞ്ചർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ബ്രഹ്മോസ് മിസൈൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഇന്ത്യയുടെ DRDOയും അതുപോലെ തന്നെ റഷ്യയുടെ NPO എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ NPO മഷിനോസ്ട്രോയിസ്നിയ എന്ന് പറയുന്ന കമ്പനിയും കൂടി ചേർന്നിട്ടാണ് ഈ ബ്രഹ്മോസ് നിർമ്മിച്ചിട്ടുള്ളത്. സോ ഈ ബ്രഹ്മോസ് ഒരു മൾട്ടി പ്ലാറ്റ്ഫോം മിസൈലാണെന്ന് മനസ്സിലാക്കുക. ഇത് ഷിപ്പിൽ നിന്നും സബ്മറീൻസിൽ നിന്നും എയർക്രാഫ്റ്റിൽ നിന്നും അതുപോലെ തന്നെ ലാൻഡ് ബേസ്ഡ് ട്രാൻസ്പോർട്ട് ഇറക്ടർ ലോഞ്ചേഴ്സിൽ നിന്നും ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റും. ഈ ബ്രഹ്മോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ആന്റി ഷിപ്പ് വേരിയന്റ് ആണ്. ഒരു കാലത്ത് കുറച്ചു കാലം മുമ്പ് വരെ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ക്രൂയിസ് മിസൈൽ എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലാണ്. പക്ഷേ ഇപ്പോൾ ഇതിനെക്കാട്ടിലും സ്പീഡുള്ള ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽസ് ഒക്കെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ റഷ്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സെർക്കോൺ എന്ന് പറയുന്ന ഒരു ക്രൂയിസ് മിസൈൽ ഉണ്ട്. ഇതൊരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രഹ്മോസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നാഷണൽ കരിക്കുലം ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 10 ഇത് നോട്ടിഫൈ ചെയ്തതിനെ കുറിച്ച് അല്ലെങ്കിൽ സെൻറ്റർ ഇത് റിലീസ് ചെയ്തതിനെ കുറിച്ചിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് 2024 ഇപ്പോൾ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും ഈ ചൈൽഡ് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അംഗനവാടികളിലൊക്കെ ഉള്ള ചൈൽഡ് കെയർ വർക്കേഴ്സ്, അതായത് അംഗൻവാടി സ്റ്റാഫ് അല്ലെങ്കിൽ ആശാ വർക്കേഴ്സ് എന്നൊക്കെയുള്ള ഒരു മന്ത് ബൈ മന്ത് ആക്ടിവിറ്റീസ് ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ പറയുന്ന 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് ഇതിലും പറയുന്നത്. അപ്പോൾ ഈ ഫ്രെയിം വർക്കിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ടോക്കിംഗ്, പ്ലേയിങ്, അതുപോലെ തന്നെ സെൻസറി സ്റ്റിമുലേഷന്, ഓക്കെ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഫലസ്തീന് യുണൈറ്റഡ് നേഷൻസിനകത്ത് മെമ്പർഷിപ്പ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഈ ഫലസ്തീന് യുണൈറ്റഡ് നേഷൻസിൽ ഫുൾ മെമ്പർഷിപ്പ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് UN സെക്യൂരിറ്റി കൗൺസിലിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ വോട്ടിങ്ങിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അമേരിക്ക വീറ്റോ ചെയ്തതുകൊണ്ട് മാത്രം ഫലസ്തീന് മെമ്പർഷിപ്പ് കിട്ടില്ല എന്നുള്ളൊരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഫലസ്തീനിലെ UN മെമ്പർഷിപ്പിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 8 നമ്മുടെ ഇന്ത്യയുടെ പഴയ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ ഒരു കരിയർ ഡിപ്ലോമാറ്റൊക്കെ ആയിരുന്ന ഹമീദ് അൻസാരി എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഫലസ്തീൻ്റെ സ്റ്റേറ്റ്ഹുഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററി ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഫലസ്തീൻ പണ്ട് ഹിസ്റ്റോറിക്കലി ഫലസ്തീൻ എന്നറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇസ്രായേൽ എന്നും പലസ്തീൻ എന്നും വിളിക്കുന്ന പ്രദേശങ്ങൾ പണ്ട് ഹിസ്റ്റോറിക്കലി പലസ്തീൻ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അത് 1948 വരെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് മാൻഡേറ്റഡ് പലസ്തീൻ എന്നുള്ള പേരിലാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായിരുന്നു, ബ്രിട്ടീഷ് മാൻഡേറ്റിന്റെ കീഴിലായിരുന്നു ഈ പലസ്തീൻ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഈ യൂറോപ്പിൽ നടന്നിട്ടുണ്ടായിരുന്ന ഹോളോകോസ്റ്റ് ഒക്കെ കാരണം വലിയ രീതിയിൽ ജൂതന്മാർ ഈ പലസ്തീനിലേക്ക് കുടിയേറുകയും അവിടുത്തെ പലസ്തീനിൽ ഉണ്ടായിരുന്ന നേറ്റീവ്സ് ആയിരുന്ന അറബ് മുസ്ലിംസും അതുപോലെ തന്നെ ജൂതന്മാരും തമ്മിൽ ഈ സ്ഥലത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് അറബ് ജൂയിഷ് കോൺഫ്ലിക്റ്റിന് അല്ലെങ്കിൽ അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ സൊല്യൂഷനായിട്ട് ഈ മാൻഡേറ്റ് അവസാനിക്കുന്ന സമയത്ത് യുണൈറ്റഡ് നേഷന്റെ ജനറൽ അസംബ്ലി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് ഈ ഫലസ്തീനും ഈ ഇസ്രായേലും, അതായത് ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ പലസ്തീനകത്ത് 2 രാജ്യങ്ങൾ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു സെറ്റിൽമെന്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും പിന്നീട് ആദ്യത്തെ അറബ് ഇസ്രായേൽ യുദ്ധം സംഭവിക്കുകയും ആ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഫലസ്തീനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ബഹുഭൂരിപക്ഷം പ്രദേശവും ഇസ്രായേൽ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടിയിട്ട് ഇസ്രായേൽ 48 രാജ്യമായിട്ട് സ്വയം പ്രഖ്യാപിച്ചു. 49 അവരൊരു UN മെമ്പർ സ്റ്റേറ്റ് ആയിട്ട് മാറി. പലസ്തീൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫോം ചെയ്യാനും പറ്റിയില്ല. പിന്നീട് 2012 ഈ പലസ്തീന് UN ഒരു ഒബ്സർവർ സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ട്. ഒബ്സർവർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UN ഒരു അംഗരാജ്യമല്ല ഇവർ, UN ഇവരുടെ രാജ്യമായിട്ട് കണക്കാക്കുന്നില്ല. പക്ഷേ UN ജനറൽ അസംബ്ലിയുടെ മീറ്റിങ്ങുകളിലൊക്കെ ഇവർക്ക് പങ്കെടുക്കാൻ പറ്റും. പക്ഷെ ഒരു രാജ്യത്തിൻ്റെതായിട്ടുള്ള സംരക്ഷണവും കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടില്ല. അതിപ്പോൾ വത്തിക്കാനൊക്കെ പോലുള്ള ഒരു സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ പലസ്തീന് ഉള്ളത്. ഇനി അത് കൂടാതെ 2019
G77 രാജ്യങ്ങളുടെ ചെയറായിട്ട് പലസ്തീൻ ഇരുന്ന സമയത്ത് പലസ്തീൻ ഒരു ടെമ്പററി പീരീഡിലേക്ക് ഒരു ഫുൾ മെമ്പറിന്റെ പവർ UN കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ പറയുന്ന ഒരു രാജ്യത്തിന് ഈ യുഎന്നിനകത്തൊരു ഫുൾ മെമ്പർ ആയിട്ട് മാറണമെങ്കിൽ അതിനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള UN ചാർട്ടർ അനുസരിച്ച് UN ഒരു രാജ്യത്തിന് ഫുൾ മെമ്പർ ആയിട്ട് മാറണമെങ്കിൽ നിലവിലെ UN സെക്യൂരിറ്റി കൗൺസിലിലെ 15 മെമ്പേഴ്സിൽ, അതായത് 5 പെർമനന്റ് മെമ്പേഴ്സും 10 നോൺ പെർമനന്റ് മെമ്പേഴ്സും ഉള്ളത്. ഈ 15 മെമ്പേഴ്സിലെ 9 പേരെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അതായത് ഈ 15 മെമ്പേഴ്സിൽ അറ്റ്ലീസ്റ്റ് 9 പേരുടെയെങ്കിലും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ പലസ്തീൻ്റെ കേസിൽ അത് അവർക്ക് ഉണ്ട് എന്ന് നമുക്ക് റീസെന്റ് നടന്നിട്ടുള്ള വോട്ടിങ്ങിനകത്ത് കാണാൻ സാധിക്കും. പക്ഷേ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ 9 മെമ്പേഴ്സിൽ ഒരിക്കലും ഒരു UN സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പർ അതിനെ ഒപ്പോസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ദേ നീഡ് ടു ഗെറ്റ് ദ അപ്രൂവൽ ഓഫ് ഓൾ 5 പെർമനന്റ് മെമ്പേഴ്സ്. ഇപ്പോൾ പലസ്തീൻ്റെ കേസിൽ അവർക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് അതാണ്, US ഇതിനെ വീറ്റോ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇത് UN സെക്യൂരിറ്റി കൗൺസിലിന്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ UN ജനറൽ അസംബ്ലിയിലെ 2/3 മെജോറിറ്റിയിൽ UN ജനറൽ അസംബ്ലി പലസ്തീൻ്റെ മെമ്പർഷിപ്പ് അംഗീകരിച്ചുകൊണ്ട് റെസൊല്യൂഷൻ പാസ്സാക്കണം. അപ്പോൾ പലസ്തീൻ്റെ കേസിൽ അത് അവർക്ക് ഓൾറെഡി ഉണ്ട്. കാരണം പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ഏകദേശം 130-ൽ കൂടുതൽ രാജ്യങ്ങൾ ഓൾറെഡി ലോകത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സെക്യൂരിറ്റി കൗൺസിലിലെ UN വീറ്റോ ആണ്, അല്ലെങ്കിൽ വെസ്റ്റേൺ പവേഴ്സിന്റെ വീറ്റോ പവറാണ് പലസ്തീന് മെമ്പർഷിപ്പ് കിട്ടുന്നതിൽ പ്രധാനമായിട്ടും തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇനി എന്തുകൊണ്ട് പലസ്തീന് യുഎന്നിനകത്ത് മെമ്പർഷിപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് പലസ്തീനെ ഐക്യരാഷ്ട്ര സംഘടന ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കണം? അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, UN-ന്റെ തന്നെ 2 സ്റ്റേറ്റ് സൊല്യൂഷന്റെ റെസൊല്യൂഷൻ അനുസരിച്ച് പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറാനുള്ള, അല്ലെങ്കിൽ പലസ്തീനെ ഒരു അംഗരാജ്യമായിട്ട് അംഗീകരിക്കാനുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻ UN-നുണ്ട്. രണ്ടാമതായിട്ട് ഇത് പലസ്തീൻ നേരിടുന്ന പലതരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ് വയലേഷൻസും, അല്ലെങ്കിൽ അവർ നേരിടുന്ന ഇസ്രായേലിന്റെ ഭാഗത്ത് നേരിടുന്ന ആക്രമണങ്ങളെയൊക്കെ ഒരു പരിധിവരെയൊക്കെ പ്രതിരോധിക്കാനും അവരുടെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലുള്ള അവരുടെ ആർഗ്യുമെന്റ്സിന് കുറച്ചും കൂടി ബലം പകരാനും സഹായിക്കും. അതുപോലെ തന്നെ ഈ പലസ്തീൻ്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ഫലസ്തീനകത്തുള്ള ഈ ഹമാസ് പോലുള്ള നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്ന റെക്ലെസ് ആയിട്ടുള്ള ആക്ഷൻസ് ഒരു പരിധിവരെയൊക്കെ കുറക്കാനും ഈ ഫലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂവിനകത്ത് ടെററിസം പോലുള്ള ഇഷ്യൂസിനൊക്കെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ഇത് സഹായിക്കുന്നു പറയാം. കാരണം പലസ്തീൻ കുറച്ചും കൂടി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ പേരിൽ അവർ അക്കൗണ്ടബിൾ ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂവിനകത്ത് ഫലസ്തീൻ ഒരു UN മെമ്പർ അല്ലാത്ത രാജ്യവും ഇസ്രായേൽ അവിടെ ഒരു UN-ന്റെ മെമ്പറായിട്ടിരിക്കുകയും ചെയ്യുന്നത് ഈ 2 രാജ്യങ്ങൾക്കിടയിൽ തർക്കം പരിഹരിക്കാനുള്ള ഒരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഒരു രാജ്യത്തിന് ഒരു UN മെമ്പർ എന്നുള്ള രീതിയിലുള്ള എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്നത് മറ്റൊരു രാജ്യത്തിന് അതില്ല. അപ്പോൾ ഒരു അൺഈക്വൽ ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാവും. അതുപോലെ തന്നെ ഈ ഫലസ്തീനകത്ത് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള ഒക്യുപ്പേഷനും അതുപോലെ തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസിനുള്ള ഒരു പരിഹാരം ഇതിലൂടെ വരാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് 1947 UN റെസൊല്യൂഷൻ അനുസരിച്ച് പലസ്തീന് വേണ്ടിയിട്ട് എൺമാർക്ക് ചെയ്തിട്ടുള്ള ടെറിട്ടറീസിന്റെ ഏകദേശം 80% ടെറിട്ടറീസും ഇപ്പൊ ഇസ്രായേൽ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അത് 49-ലെയും അതുപോലെ തന്നെ 67-ലെ 6 ഡേ വാറിനകത്തും പിടിച്ചെടുത്തിട്ടുള്ള കുറേ പ്രദേശങ്ങളുണ്ട്. അതുകൂടാതെ ഇന്ന് ഫലസ്തീന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഗാസ സ്ട്രിപ്പ്, അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക്, ഈ വെസ്റ്റ് ബാങ്കിലൊക്കെ വലിയൊരു വിഭാഗം പ്രദേശങ്ങളും ഇസ്രായേലി സെറ്റിലേഴ്സ്, അതായത് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ കുടിയേറുന്ന ഇസ്രായേലി സെറ്റിലേഴ്സ് അവർ അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ സെറ്റിൽമെന്റുകളും അതുപോലെ തന്നെ ഇല്ലീഗൽ ഒക്യുപ്പേഷൻസും അവസാനിപ്പിക്കാൻ ഇത് സഹായിക്കും. അതുകൂടാതെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 1 പറയുന്ന ഒരു കാര്യമാണ്, ലോകത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ ഉണ്ട്. അതായത് സ്വന്തമായിട്ട് ഒരു രാജ്യം ഫോം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ UN ഫോം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ തുടങ്ങിയിട്ട് ഏകദേശം 70 വർഷത്തിൽ കൂടുതലായിട്ട് ഇപ്പോഴും ഈ ഒരു അവകാശം പലസ്തീനിയൻസിന് ഡിനൈ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യാൻ ഇത് സഹായിക്കും എന്ന് പറയാം. ഇനി ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂവിനകത്ത് അണ്ടർലൈങ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആ ഇഷ്യൂസ് ഒന്നും സോൾവ് ചെയ്യാതെ പലസ്തീന് സ്റ്റേറ്റ്ഹുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അതേപടി കണ്ടിന്യൂ ചെയ്യും, ഇത് ഈ നെഗോസിയേഷൻ അണ്ടർമൈൻ ചെയ്യും എന്നുള്ളൊരു ആരോപണമുണ്ട്. അതുപോലെ തന്നെ ഈ ഫലസ്തീനകത്ത് ഫലസ്തീൻ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ആരെ ഗവൺമെന്റ് ആയിട്ട് അംഗീകരിക്കുന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം നിലവിൽ ഫലസ്തീന്റെ ഭാഗമായിട്ടുള്ള ഗാസ സ്ട്രിപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഹമാസും വെസ്റ്റ് ബാങ്കിനെ കൺട്രോൾ ചെയ്യുന്നത് ഫലസ്തീനിയൻ അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ പഴയ PLOയുടെ ഭാഗമായിട്ടുള്ള ഫത്ത എന്ന് പറയുന്ന പാർട്ടിയുമാണ്. അപ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള യൂണിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഒരു തീരുമാനത്തിലെത്താതെ, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താതെ പലസ്തീൻ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് ആ റീജിയനെ തന്നെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ളൊരു കാരണം ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് US ഇതിനെ വീറ്റോ ചെയ്യാൻ വേണ്ടി പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി പലസ്തീൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സ്റ്റാൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഹിസ്റ്റോറിക്കലി വളരെ പ്രോ പലസ്തീനൻ അപ്രോച്ച്, ഈ ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂവിനകത്ത് വളരെ പ്രോ പലസ്തീൻ ആയിട്ടുള്ള അപ്രോച്ച് എടുത്തിട്ടുണ്ടായിരുന്ന രാജ്യമാണ്
ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ 1950 ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നത്. അതുകൂടാതെ ഇന്ത്യ പലസ്തീനെയും ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. 1988 തൊട്ട് പലസ്തീൻ ഇന്ത്യ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഡൽഹിയിൽ പലസ്തീൻ ഒരു എംബസി ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ PLOനെ പലസ്തീൻ്റെ ഒരു സോൾ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടും ഇന്ത്യ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇന്ത്യയുടെ അപ്രോച്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ്. ഒരു സമയത്ത് പൂർണ്ണമായിട്ടും പ്രോ പലസ്തീൻ ആയിരുന്നെങ്കിൽ ഇടക്കാലത്ത് നമ്മളതൊരു ന്യൂട്രാലിറ്റിയിലേക്ക് കൊണ്ടുവരികയും ഇപ്പോൾ പലപ്പോഴും ഇന്ത്യ ഒരു പ്രോ ഇസ്രായേൽ അപ്രോച്ചാണ് എടുക്കുന്നതിൽ ആരോപണങ്ങൾ നേരിടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ ഡിപ്ലോമാറ്റിക് സർക്കിൾസിനകത്ത് ഇന്ത്യയുടെ ഇപ്പോഴുള്ള നിലപാടെന്ന് പറയുന്നത് ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം ഉള്ളതുപോലെ തന്നെ പലസ്തീനിയൻസിന് പലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നും അത് അംഗീകരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴും ഇന്ത്യയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്വതന്ത്ര പലസ്തീനെ അല്ലെങ്കിൽ പലസ്തീന് UN-നകത്തുള്ള മെമ്പർഷിപ്പിനെ അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. സോ പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്നത് ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഇറാനിലുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ ഇസ്ഫഹാനെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ ഈ ഗാസ ഇസ്രായേൽ വാർ നടക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു പ്രോക്സി വാർ കുറേ കാലമായിട്ട് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഇതിൽ എസ്കലേഷൻ സംഭവിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ 1 സിറിയയിലുള്ള ഇറാന്റെ എംബസിക്കെതിരായിട്ട് ഇസ്രായേൽ ഒരു വ്യോമാക്രമണം നടത്തി ഇറാന്റെ ചില സൈനിക ഉദ്യോഗസ്ഥരെ വധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു റിട്ടാലിയേഷനായിട്ട് കഴിഞ്ഞ ശനിയാഴ്ച സമാനമായിട്ടുള്ള രീതിയിൽ ഇറാന് തിരിച്ച് ഇസ്രായേലിലേക്ക് വലിയ രീതിയിൽ ഒരു ബാലസ്റ്റിക് മിസൈൽ അല്ലെങ്കിൽ മിസൈൽ ആൻഡ് ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് റിട്ടാലിയേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും ഇറാനെതിരായിട്ട് ഒരു ആക്രമണം നടത്തി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. പക്ഷേ ഈ ഇറാനും ഇസ്രായേലൊക്കെ അത് നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആ വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ഇറാനിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയും അവരുടെ പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി ബേസും അതുപോലെ തന്നെ നറ്റാൻസ് എന്നൊക്കെ പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി ഒക്കെ ഉള്ളൊരു പ്രദേശമാണ് ഈ ഇസ്ഫഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചില സ്ഫോടനങ്ങൾ കേട്ടതായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ചില വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇസ്ഫഹാൻ എന്ന് പറയുന്നത് ഇറാനിലെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ്. ഇത് ഈ ഇസ്ഫഹാൻ എന്ന പേര് തന്നെ അറിയപ്പെടുന്ന ഒരു പ്രൊവിൻസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന പോലെ അവിടെ പ്രൊവിൻസസ് എന്ന് പറയും. ആ ഇസ്ഫഹാൻ പ്രൊവിൻസിലെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ്. അതായത് അവരുടെ ക്യാപിറ്റൽ സിറ്റിയും കൂടിയാണ് ഇസ്ഫഹാൻ എന്ന് പറയുന്നത്. സോ ഇത് ഇറാനിലെ ഒരു പ്രധാനപ്പെട്ട എയർ ബേസും അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ചില ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉള്ളതും ഈ ഒരു പ്രൊവിൻസിനകത്താണ്. അതുപോലെ തന്നെ ഈ ഇറാന്റെ ഒരു സാഗ്രോസ് എന്ന് പറയുന്ന ഒരു മൗണ്ടെയിൻസിനും ഇറാനിയൻ ഡെസേർട്ടിനും ഇടയിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഇസ്ഫഹാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ട്രേഡ് റൂട്ടുകളൊക്കെ ഇസ്ഫഹാനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഹിസ്റ്റോറിക്കൽ റെലവൻസും അതിന്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.